റെക്കോർഡുകളുടെ രാജകുമാരൻ, ഇതിഹാസങ്ങളായി വാഴ്ത്തപ്പെട്ടവർക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ ഇന്ന് അവന് സ്വന്തമാണ്. കളിക്കളത്തിന്റെ സ്വന്തം രാജകുമാരൻ വിരാട് കോഹ്ലി. പടിയിറക്കം അനിവാര്യമാണെങ്കിലും പടിയിറങ്ങുന്നത് ഇന്ത്യൻ നെറുകയിൽ ലോകകപ്പ് ചാർത്തി കൊടുത്തിട്ടാണ്. വിരാട് കോഹ്ലിയെ ലോക ക്രിക്കറ്റിന്റെ കിങ് എന്ന് വിളിക്കുന്നത് വെറുതെയല്ലെന്ന് താരത്തിന്റെ കളിയും കണക്കുകളും തുറന്നു പറയും. സെഞ്ചുറി കണക്കിൽ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് ഇന്ന് താരം മറികടന്നിരിക്കുകയാണ്. മുംബൈ വാങ്ഡയിൽ നടക്കുന്ന ലോകകപ്പിലെ ആദ്യ സെമിയിൽ ന്യൂസിലൻഡിനെതിരെയാണ് 50ാം സെഞ്ചുറി കോഹ്ലി കണ്ടെത്തിയത്. ഗ്യാലറിയിൽ സച്ചിനെ സാക്ഷിയാക്കിയാണ് കോഹ്ലിയുടെ ഇന്നിംഗ്സ്. അതിനു പുറമെ നിരവധി ലോക റെക്കോർഡുകളാണ് കോഹ്ലിയുടെ പേരിലുള്ളത്. പുരുഷ ഏകദിന റെക്കോർഡിന്റെ ഒരൊറ്റ എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും കോഹ്ലിയാണ്. ഈ ലോകകപ്പിൽ 10 മത്സരങ്ങളിൽ നിന്ന് 701 റൺസാണ് താരത്തിന്റെ പേരിലുള്ളത്. 2003 ലോകകപ്പിൽ സച്ചിൻ ടെണ്ടുൽക്കർ നേടിയ 673 റൺസിന്റെ റെക്കോർഡാണ് കോഹ്ലി മറികടന്നത്. മാത്യു ഹെയ്ഡൻ, രോഹിത് ശർമ്മ എന്നിവരാണ് കൂടുതൽ റൺസ് നേടിയ മറ്റു താരങ്ങൾ. 2007 ലോകകപ്പിലായിരുന്നു ഹെയ്ഡന്റെ പ്രകടനം. 2019 രോഹിത് ശർമ്മയും. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ 50ന് മുകളിൽ സ്കോർ ചെയ്ത താരമെന്ന റെക്കോർഡും താരം സ്വന്തമാക്കി. ഇത് 8ാം തവണയാണ് കോഹ്ലി അർദ്ധ സെഞ്ചുറി പിന്നിടുന്നത്. 7 തവണ 50 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ഷക്കീബുൽ ഹസന്റെയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും റെക്കോർഡാണ് താരം മറികടന്നത്. ഏറ്റവും കൂടുതൽ കലണ്ടർ വർഷത്തിൽ ഏകദിനത്തിൽ 1000-ലേറെ റൺസ് എന്ന നേട്ടം മുമ്പ് കോഹ്ലി കയ്യിലാക്കിയിരുന്നു. ഇതുവരെയായി 8 കലണ്ടർ വർഷങ്ങളിലാണ് താരം 1000 റൺസ് ഏകദിനത്തിൽ നേടിയത്. 2011-14, 2017-19, 2023 എന്നീ വർഷങ്ങളിലാണ് കിങ് കോഹ്ലിയുടെ നേട്ടം. സച്ചിൻ ടെണ്ടുൽക്കർ 7 കലണ്ടർ വർഷങ്ങളിലാണ് 1000 റൺസ് ഏകദിനത്തിൽ അടിച്ചുകൂട്ടിയത്. 1996-98, 2000, 2003, 2007 എന്നീ വർഷങ്ങളിലായിരുന്നു സച്ചിൻ ഈ നേട്ടം കൈവരിച്ചത്. തന്റെ 290ാം ഏകദിനത്തിലാണ് കോഹ്ലി തന്റെ 50ാം ശതകം കണ്ടെത്തിയത്. 463 മത്സരങ്ങളിൽ നിന്നായിരുന്നു സച്ചിന്റെ നേട്ടം. രോഹിത് ശർമ്മ, റിക്കി പോണ്ടിംഗ്, സനത് ജയസൂര്യ എന്നിവരാണ് കൂടുതൽ സെഞ്ചുറി നേടിയ മറ്റു താരങ്ങൾ. ഏറ്റവും കൂടുതൽ ഏകദിന അന്താരാഷ്ട്ര റൺസ് നേടുന്ന 3ാമത്തെ താരവും കോഹ്ലിയായി മാറി. റിക്കി പോണ്ടിങ്ങിനെയാണ് മുൻ ഇന്ത്യൻ നായകൻ മറികടന്നത്. 14,234 റൺസ് നേടിയ ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരെയും 18,426 റൺസ് നേടിയ സച്ചിനും മാത്രമാണ് ഇനി കോഹ്ലിക്ക് മുമ്പിലുള്ളത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗത്തിൽ 25,000 റൺസ് നേടുന്ന താരമായി കോഹ്ലി മാറിയിരുന്നു. ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് താരം മറികടന്നത്. സച്ചിൻ 577 മത്സരങ്ങളിൽ നിന്ന് ഈ നേട്ടം കൊയ്തപ്പോൾ കോഹ്ലി 549 മത്സരങ്ങളിൽ നിന്ന് റെക്കോർഡ് മറികടക്കുകയായിരുന്നു. റിക്കി പോണ്ടിംഗ്, ജാക്വസ് കാലിസ്, കുമാർ സംഗക്കാര, മഹേല ജയവർദ്ധന എന്നിവരും ഈ നാഴികക്കല്ല് പിന്നിട്ടവരാണ്. സച്ചിൻ ടെണ്ടുൽക്കർ 664 മത്സരങ്ങളിൽ നിന്നായി ആകെ 34,357 റൺസ് നേടി റൺ പട്ടികയിൽ ഒന്നാമതുണ്ട്. 594 മത്സരങ്ങളിൽ നിന്ന് 28,016 റൺസ് നേടിയ കുമാർ സംഗക്കാരെയാണ് രണ്ടാമത്. 560 മത്സരങ്ങളിൽ നിന്ന് 27,483 റൺസ് നേടിയ റിക്കി പോണ്ടിംഗ് മൂന്നാമതും. 652 മത്സരങ്ങളിൽ നിന്ന് 25,957 റൺസ് നേടിയ ജയവർദ്ധന നാലാമതുമുണ്ട്. ജാക്വസ് കാലിസ് ആണ് പട്ടികയിൽ 5ാമത്. 25,537 റൺസാണ് ദക്ഷിണാഫ്രിക്കൻ താരത്തിന്റെ അക്കൗണ്ടിലുള്ളത്. പട്ടികയിൽ 6ാമതുള്ളത് കോഹ്ലിയാണ്. പിന്നീട് ദ്രാവിഡ്, ലാറ, ജയസൂര്യ എന്നിങ്ങനെയാണ് പട്ടികയിലുള്ള താരങ്ങൾ. നിലവിൽ കളിക്കളത്തിലുള്ള താരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് കോഹ്ലിയുടെ പേരിലാണ്. ലോക ക്രിക്കറ്റിലെ അതിസമ്പന്നനാണ് കോഹ്ലി എന്ന് സ്റ്റോഗ്രോ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1,050 കോടിയാണ് ലോകപ്രശസ്ത കായിക താരങ്ങളിൽ ഒരാൾ കൂടിയായ കോഹ്ലിയുടെ വരുമാനം. അങ്ങനെ ഇന്ത്യയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തി തന്ന പോലെ ലോകകപ്പ് കിരീടം ചാർത്തി അവൻ പടിയിറങ്ങുകയാണ്. ഒപ്പം അവൻ നേടിയ നേട്ടങ്ങളും.